കാലകാലങ്ങളായി മൂന്നാറിൽ അവധി ദിവസങ്ങളിൽ കാണുന്ന ഗതാഗതക്കുരുക്ക് ഇപ്പോൾ അതിരൂക്ഷമാകുകയാണ്. ഇവിടെ എത്തുന്ന സഞ്ചാരികളെയും തദ്ദേശീയരായ ആളുകളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്ന ഗതാഗതക്കുരുക്ക്. ഇതിന് ശാശ്വത പരിഹാരം എന്താണ് കാണേണ്ടത്? ആ അഭിപ്രായമാണ് ഇന്ന് പൊതുജനങ്ങളിൽ നിന്ന് നാം തേടുന്നത്. NH റോഡിലെ ട്രാഫിക് അല്ല, പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ മറയൂർ പോകുന്ന ഭാഗത്തിലെ ഭയങ്കര ട്രാഫിക്കിനാ, ഒടുക്കത്തെ ട്രാഫിക് 4 മണിക്കൂറും 5 മണിക്കൂറും ട്രാഫിക്കാ. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ റോഡ് വീതി ഇല്ലാതാ. ആ റോഡ് ഒന്ന് വീതിയാക്കി കിട്ടിയാൽ മൂന്നാറിലെ മുക്കാഭാഗം ട്രാഫിക് കുറയും. അതില്ലാതെ മൂന്നാറിലെ ഒരു പാർക്കിംഗ് ഏരിയ ഇല്ല. ഒരു പാർക്കിംഗ് ഏരിയ കണ്ടെത്തിയാൽ അതിനെക്കാട്ടിലും ട്രാഫിക് കുറയും. പക്ഷേ NH റോഡ് അടിമാലി റോഡ് പണിയുന്നത് കൊണ്ടാണ് ഈ ട്രാഫിക് വരുന്നത്. ഇല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് പോയി വരാനുള്ള സൗകര്യം കിട്ടും. ആവശ്യത്തിന് പോലീസുകാരെ വെച്ച് വഴിയോരങ്ങളിലെ പാർക്കിംഗ്, വഴിയോര കച്ചവടങ്ങൾ എന്നിവ നീക്കം ചെയ്യണം. സീസണിൽ ഇത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളില്ലാതെ തിരക്കിൽപ്പെട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ പോലീസ് സജീവമാകുന്നത് നമ്മുടെ നാടിനൊരു നല്ല ഒരു പ്രവണതയല്ല. അപ്പം അതിന് മുന്നോടിയായിട്ട് ഒരു യോഗങ്ങൾ വിളിച്ചുകൂട്ടി நல்ல நடவடிக்கைகள் உண்டாக்கும். இப்போ எஸ்டேட்டில் குண்டுமலை தென்மலை தேவைன்னு வரணும்னா ரொம்ப கஷ்டம்தான். டிராஃபிக் ஜாம் கூடுதல், அதில் குறைவுன்னு சொல்கிறதுக்கு வழி இல்லை. ராஜமலை தான் கூடுதலான டிராஃபிக். அங்கே வண்டியில் ஒதுக்கிறதுக்கும் பார்க்கிங் வசதி எதுவுமே இல்லை. எல்லாம் போகிறதும் ரோட்டில் தான். அதில் வரணும்னா ரொம்ப ஒரு ഭയങ്കര കഷ്ടത്തെ. ഒരുപാട് പോരായ്മകളുണ്ട് നമുക്ക് മൂന്നാറിൽ. ഇത് കാലങ്ങളായിട്ട് പറയാ. ഞാൻ നിയമസഭയിൽ നിൽക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ ഇഷ്യൂ വന്നപ്പോഴെല്ലാം ഞാൻ നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റിലെ ഒരുപാട് MP ഇവിടെ വന്ന് കണ്ടിട്ട് പോയി, അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. സംസ്ഥാനത്ത് തന്നെ MP-മാരുടെ ഫാമിലി ഉൾപ്പെടെയും MLA-മാരുടെയും മന്ത്രിമാരുടെയും എല്ലാം വന്ന് പോവുകയല്ലാതെ മൂന്നാറിന്റെ ഗതാഗതക്കുറിപ്പിനെ പറ്റിയുള്ള ചർച്ചയോ അതിന്റെ തീരുമാനം ഇതുവരെ എടുക്കുന്ന സാഹചര്യത്തിലല്ല. ഒന്നാമത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് നേരിട്ട് ഇടപെടേണ്ടതാണ്. നേരിട്ട് ഇടപെട്ടിട്ട് ഇതിന്റെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ടായാലും മതിയാവും. ആ ഗ്രൗണ്ട് ഉണ്ടായതിനു ശേഷം ഇത് ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ടാവണം. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 2 ഭാഗത്തും ഈ തോടുകളുടെ 2 സൈഡിലും നല്ല കെട്ടി തോട് വീതിയാക്കിക്കൊണ്ട് പാർക്കിംഗ് എവിടെ ചെയ്യണം, വാഹനങ്ങൾ ഏത് വാഹനം എവിടെ പാർക്ക് ചെയ്യണം എന്നുള്ളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോയാൽ മാത്രമേ ഉള്ളൂ ഗതാഗതക്കുറിപ്പ് മാറ്റാൻ പറ്റൂ. ഈ മൂന്നാറിലെ ഫെസ്റ്റിവൽ സീസൺ ആകുമ്പോൾ വലിയ രീതിയിലുള്ള ഇവിടെ ബ്ലോക്കുകളാണ് അനുഭവപ്പെടുന്നത്. അതിനൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തവണ ഈ സാധാരണ ജനുവരി മാസങ്ങളിലാണ് ഈ അടുത്ത കാലത്തായി ഈ -1 തണുപ്പ് വന്നുകൊണ്ടിരുന്നത്. ഇത്തവണ ഒന്ന് നേരത്തെ ആയി. അത് മാത്രമല്ല, ക്രിസ്മസ് വെക്കേഷൻ ഇത്തവണ ഒന്ന് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. 5-ാം തീയതിയാണ് പല സ്കൂളുകളും റീ ഓപ്പണിംഗ് നടക്കുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾ മൂന്നാറിലേക്ക് എത്തിച്ചേർന്നു. മൂന്നാർ കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ബ്ലോക്കുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന റോഡുകളിൽ നിന്ന് റോഡുകളെല്ലാം നല്ല റോഡുകളാണ്, എന്നാൽ വീതി കുറവാണ്. നേരത്തെ ഉള്ള അളവിലാണ് ഇപ്പോഴും റോഡുകൾ ഉള്ളത്. പിന്നെ പാർക്കിംഗ് സൗകര്യങ്ങൾ നമുക്ക് നേരത്തെ മുതൽ കുറവാണ്. പാർക്കിംഗ് സൗകര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പരിമിതികളുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പാർക്കിംഗ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ചില സ്ഥലങ്ങൾ കണ്ടെത്തിക്കൊണ്ട് പാർക്കിംഗ് നടത്തണം. ഇപ്പോൾ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ എന്നുള്ള നിലയ്ക്ക് കുറേ സ്ഥലം ഏറ്റെടുക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനം വീക്ഷിച്ച ഒരാൾക്കറിയാം, ഞാൻ ഈ മറയൂർ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ വട്ടവട റോഡും അതുപോലെ മൂന്നാർ മറയൂർ ചിന്നാർ റോഡും വീതി കൂട്ടി പണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനോട് സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. അതനുസരിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. DPR തയ്യാറാക്കിയതിന് ശേഷമായിരിക്കുമല്ലോ ഫണ്ട് അനുവദിക്കുന്നത്. ആ നടപടികളിലേക്ക് നമ്മൾ നീങ്ങുവാണ്. അത് മസ്റ്റായിട്ട് ഈ റോഡിൻ്റെ വീതി കൂട്ടേണ്ടി വരും. റോഡ് വീതി കൂട്ടിയാൽ മാത്രമേ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഈസിയായി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സായി പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ മേഖലയിൽ റോഡ് ചെറുതാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും പല ആളുകളും പാർക്ക് ചെയ്യുന്നുണ്ട്. ഈ പാർക്കിംഗ് അറേഞ്ച്മെൻ്റ് ഇല്ലാത്തതിൻ്റെ ഒരു
പ്രശ്നമുണ്ട്. ഇപ്പോൾ മാട്ടുപ്പെട്ടി റോഡിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ ഗസ്റ്റുകൾ കാണാൻ വേണ്ടി ഇറങ്ങുന്നുണ്ടോ അവിടെയെല്ലാം 2 സ്ഥലങ്ങളിൽ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു സൈഡിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ പല സ്ഥലങ്ങളിലും പുതിയതായി ഇന്ന് വഴിയോര കച്ചവടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് വഴിയോര കച്ചവടങ്ങളും നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പം നേരത്തെ ഒരു തീരുമാനമെടുത്ത് പല സ്ഥലങ്ങളിലും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആരംഭിച്ചപ്പോൾ ഇവിടെ നിന്ന് എതിർപ്പുകൾ ഉയർന്നു വരികയാണ്. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ അതിനെ അനുകൂലിച്ചു കൊണ്ടുവരികയാണ്. അവരും കൂടെ എടുത്ത തീരുമാനം, എന്നിട്ട് അവരതിനെതിരായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് റോഡിൻ്റെ വൈഡനിങ് അതുപോലെ പാർക്കിംഗ് സൗകര്യം ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ മൂന്നാറിലേക്ക് വരുന്ന ആളുകളെ, വിനോദസഞ്ചാരികളാണെങ്കിലും തദ്ദേശീയരായിട്ടുള്ള ആളുകളും, ഇപ്പോൾ വട്ടവടയിൽ നിന്ന് മൂന്നാറിലേക്ക് ഈ ട്രാഫിക്കുള്ള ഒരു സമയത്ത് ആളുകൾ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടലാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ മരണപ്പെട്ടത് അദ്ദേഹം ടോപ്പ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു എന്നാണ്. 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് മൂന്നാറിലേക്ക് എത്തിക്കാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് റോഡ് വൈഡനിങ്ങും പാർക്കിങ്ങും ഇവിടെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ സർക്കാരുമായി ആലോചിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു ശ്രമം ആരംഭിക്കും. മൂന്നാറിൽ പാർക്കിംഗ് സൗകര്യമില്ലാത്തതും റോഡിന്റെ വീതി കുറവുമാണ് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടലാണ് ആവശ്യം. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.